രമേശ് ചെന്നിത്തലയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം പുറത്തിറങ്ങിയാൽ LDF ഗവൺമെൻറ് തയ്യാറാക്കിയ റോഡാണ്. ആ റോഡിൽ കൂടെ എങ്ങനെ പോവും? ഒരു പ്രശ്നമാണ്. പുറത്തിറങ്ങി നോക്കിയാൽ KSRTC ബസ് പോവുകയാണ്. അതിൽ സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെൻറ്റും ചെയ്യുന്ന ഒരു കാര്യമാണ് PRDയുടെ പരസ്യം കൊടുക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യം കൊടുക്കുക എന്നുള്ളത്. PRDയുടെ പരസ്യം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പിന്നെ ആകെ ഞെട്ടി വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവന നടത്തിയിലേക്ക്. അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിലും കേരള സംസ്ഥാനത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലും PRD ഗവൺമെൻറ് പരസ്യം കൊടുത്തിട്ടില്ലേ? ഈ ഇടക്കാലത്തായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ രമേശ് ചെന്നിത്തല വിളിച്ചു പറയുന്നുണ്ട്. അതാണ് പാഠപുസ്തകം തുഗ്ലക് ഭരണപരിഷ്കാരമാണെന്ന് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത്. അതിനുശേഷം അദ്ദേഹം പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോ ഗവൺമെന്റിനെതിരായി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ലെന്നുള്ള വിവരം അവർ തന്നെ ചുമതലപ്പെടുത്തിയ ചില ഈ രംഗത്തെ വിദ്വാൻമാർ, PR ഏജൻസികൾ അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തുടങ്ങിയപ്പോഴെന്താ ശബരിമലയിലെ കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പോൾ ശബരിമല തിരിച്ച് വന്ന് നിൽക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഇപ്പോ ഈ മണ്ഡലങ്ങൾ വിലയിരുത്തിയപ്പോൾ കഴിഞ്ഞപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച എല്ലാ മണ്ഡലങ്ങളും ജയിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് അവർ ചുമതലപ്പെടുത്തിയ ചില കേന്ദ്രങ്ങൾ കൊടുത്തിരിക്കുന്നത്.